ഭരണപക്ഷ സംഘടനകളായിരുന്നാലും പ്രതിപക്ഷ സംഘടനകളായിരുന്നാലും വല്ലാത്തൊരു അലംഭാവമാണ് ജീവനക്കാരുടെ ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ പുലർത്തുന്നത് എന്നുള്ളതാണ് ജീവനക്കാരെയും പെൻഷനേഴ്സിനെയും ഒക്കെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. സർവീസ് സംഘടനകൾ ജീവനക്കാർക്ക് വളരെയധികം ത്യാഗം സഹിച്ചുകൊണ്ട് ത്യാഗോജ്ജലമായ പല പോരാട്ടങ്ങളിൽ കൂടി നേടിയെടുത്തിട്ടുള്ള അവകാശമാണ് 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം. ഉപഭോക്തൃ വില സൂചികക്കനുസരിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് നൽകുന്ന അതേ തീയതി മുതൽ അതേ റേറ്റിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ക്ഷാമബത്തയും പെൻഷനേഴ്സിന് ക്ഷാമാശ്വാസവും നൽകുന്ന ആനുകൂല്യം എന്ന് പറയുന്നത്. അത് നിരന്തരമായ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രം ഈ സംഘടനകൾക്കുണ്ട്. അത് ഭരണപക്ഷ സംഘടനകളെന്നോ പ്രതിപക്ഷ സംഘടനകളെന്നോ ഭേദമില്ലാതെ ജീവനക്കാരെ ബാധിക്കുന്ന ജീവനക്കാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി സമരമുഖത്ത് നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് 2002 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണി സാറ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് ജീവനക്കാരുടെ ലീവ് സറണ്ടർ വെട്ടിക്കുറച്ചതും മറ്റു പല ആനുകൂല്യങ്ങളും വെട്ടിക്കുറക്കാനുള്ള തീരുമാനമെടുത്തതും അന്നത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾക്കൊള്ളുന്ന സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മകൾ ഐതിഹാസികമായിട്ട് 32 ദിവസം പണിമുടക്കിയ ചരിത്രം നമ്മൾ മറന്നിട്ടില്ല. അന്നൊന്നും ജീവനക്കാരെ സംബന്ധിച്ചോളം ഇത്രയും ആശങ്കയില്ലായിരുന്നു. കാരണം നമ്മൾ നിയമപരമായി പൊരുതി നേടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്ന ശക്തമായ സംഘടനകൾ നമുക്കുണ്ട് എന്ന് ഓരോ ജീവനക്കാരനും വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ഭരണപക്ഷ സംഘടനകളായിരുന്നാലും പ്രതിപക്ഷ സംഘടനകളായിരുന്നാലും വല്ലാത്തൊരു അലംഭാവമാണ് ജീവനക്കാരുടെ ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ പുലർത്തുന്നത് എന്നുള്ളതാണ് ജീവനക്കാരെയും പെൻഷനേഴ്സിനെയും ഒക്കെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏത് ഗവൺമെന്റ് ആയിരുന്നാലും അത് ഇടതുപക്ഷമായിരുന്നാലും വലതുപക്ഷമായിരുന്നാലും അധികാരം ഏറ്റുകഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് സർക്കാരിന്റെ അടിത്തറ ഉറപ്പിക്കുക എന്നതാണ്. അപ്പൊ ആ അടിത്തറ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി കൈവക്കല് ജീവനക്കാരുടെ ശമ്പളത്തിലും ക്ഷാമബത്ത വൈകിപ്പിക്കുക മുതലായിട്ടുള്ള നടപടികളിൽ കൂടിയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതിനൊക്കെ എതിർക്കുന്നവർ തന്നെയാണ് ഭരണപക്ഷത്തിരിക്കുമ്പോൾ നേരെ എതിരായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇരു മുന്നണികൾ അക്കാര്യത്തിൽ സമാനമായ നിലപാട് തന്നെയാണ് പലപ്പോഴും സ്വീകരിച്ചു വരാറുള്ളത്. അങ്ങനെ സമരങ്ങളിൽ കൂടി നേടിയെടുത്തതാണ്. 32 ദിവസമൊക്കെ ശമ്പളം നഷ്ടപ്പെടുത്തിയിട്ട് ഡൈസ്നോണൊക്കെ അനുഭവിച്ചുകൊണ്ട് നേടിയെടുത്ത ഒരുപാട് അവകാശങ്ങൾ ഇവിടെയുണ്ട്. അതിന് മുമ്പത്തെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ സർവീസ് സംഘടനകളൊക്കെ ഒരേ കുടക്കീഴിൽ അണിനിരന്നുകൊണ്ടുള്ള ഒരു കാലഘട്ടം അതിനു മുമ്പുണ്ടായിരുന്നു. അന്ന് പിന്നീടാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളായിട്ട് ഈ സർവീസ് സംഘടനകളെ മാറ്റിയെടുക്കുന്ന ശ്രമങ്ങളിലേക്ക് വന്നത്. അന്ന് തൊട്ട് ഈ സംഘടനകളുടെ വിലപേശൽ ശക്തിയും അവരുടെ സമരവീര്യമൊക്കെ ചോർന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സർക്കാർ ജീവനക്കാരും പെൻഷനേഴ്സൊക്കെ കഴിഞ്ഞ 290 മാസങ്ങളിലുള്ള DR കുടിശ്ശികകൾ നഷ്ടപ്പെട്ട് ലക്ഷങ്ങളുടെ നഷ്ടം സഹിച്ചിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് DAയും പെൻഷനേഴ്സിന് DRഉം. അപ്പൊ അതിനെക്കുറിച്ചുള്ള വലിയ വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധരൊക്കെ അത് സർക്കാരിന്റെ റവന്യൂ വരുമാനത്തിന്റെ സിംഹഭാഗവും സർക്കാർ ജീവനക്കാർക്കും പെൻഷനേഴ്സിനും കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. യഥാർത്ഥ രീതിയിലെ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് അതിന്റെ യാഥാർത്ഥ്യം സർക്കാരെ ബോധ്യപ്പെടുത്താൻ സംഘടനകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത്. എളുപ്പത്തിൽ കൈവെക്കാൻ പറ്റിയത് ഏറ്റവും നല്ല സംഭവം എന്ന് വെച്ചാൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷനേഴ്സിന്റെയും ഒക്കെ ശമ്പളം, പെൻഷൻ മുതലായവ തന്നെയാണ്. അത് യഥാസമയം നടത്തി പോരുന്നുമുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അത്